ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ചധികമായിട്ടുള്ള വ്ളോഗുകളാണല്ലേ ഇപ്പം വീഡിയോയിൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇത്രയും സാധനങ്ങളുടെ അൺബോക്സിങ് ആണ്. ആക്ച്വലി ഇത് വന്ന് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. സ്വയം കൊട്ടാരക്കരയിൽ നിന്ന് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഇതെനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വന്നില്ല. അപ്പം ഈ വീക്ക് വന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. എൻ്റെ കോലമൊക്കെ ഭയങ്കര മോശമാണ്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ചൂട്. വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല, കാരണം ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ഇല്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ ഇത് പൊട്ടിച്ച് കാണുക വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് എങ്ങനെയും പൊട്ടിക്കാമെന്ന് ചോദിച്ചു. പിന്നെ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് എടുത്തേക്കാം. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എൻ്റെ മാരേജിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുന്നത്. ആവശ്യങ്ങളൊക്കെ വാങ്ങി അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് ബോഡി സ്ക്രബാണ് കേട്ടോ. ഇത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 150 രൂപ എങ്ങാണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മീഷോയിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് പറയാം. ഇത് 1, 2, 3, 4 ആക്ച്വലി ഇത് ചിലതൊക്കെ നല്ലതാണ് കേട്ടോ. ചിലതൊക്കെ നല്ലതാണെന്ന് തോന്നും. ചിലതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനകത്തൊക്കെ കണ്ടോ കുറച്ചേ ഉള്ളൂ ഈ ഒരു സംഭവം. അതുകൊണ്ട് ഇതറിയില്ല. പക്ഷെ ഇതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് പറയാം. ഞാൻ എത്ര സ്ക്രബ്ബറിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര രസമാണ്. പിന്നെ യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. പിന്നെ ഭയങ്കര സുഖമാണ്. നനച്ച് കഴിയുമ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആവും. ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിയത് അങ്ങനെ ആയിരുന്നു. ഇത് സോഫ്റ്റ് ആവും ഹാർഡ് ആവും എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ലൂഫയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ലൂഫയൊന്നും അത്രയ്ക്ക് അങ്ങോട്ടൊരു കൺവീനിയൻറ്റും അല്ല, ഒരു സുഖവും ഇല്ല. അപ്പോൾ നമുക്കിത് നോക്കാം. ഇത് റീപ്ലേസ് ചെയ്യണം കേട്ടോ. 2 to 3 months ഇത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇത് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഇത് 4 എണ്ണം ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നമുക്ക് നമ്മളെ സെക്കൻഡ് പ്രൊഡക്റ്റിലോട്ട് പോവാം. സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇത് മീഷോയിൽ നിന്നുള്ളതല്ല. ഗ്ലാസ് എടുക്കാം. ഇതെന്താണെന്ന് എനിക്കറിയാം. ഇത് മീഷോയിൽ നിന്നുള്ളതാണ്. ഇത് ഞാൻ ട്രിപ്പ് പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അതല്ല ഇത് വേറെ സാധനങ്ങളാണ്. ഇത് ഇപ്പോൾ എന്താ പറയുക, വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പം ബ്യൂട്ടിയൊക്കെ ഫോളോ ചെയ്യുന്നവരുടെ ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഇതായിരിക്കും. അത്രയ്ക്ക് വൈറലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. രസമാണ്. ആക്ച്വലി ഞാൻ ഇങ്ങനെ ഫേസ് ഇങ്ങനെ ഐസ് ഇങ്ങനെ വെക്കേ, ഡിപ്പ് ചെയ്ത് വെക്കേ. അപ്പം ഞാൻ ആലോചിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കൺവീനിയൻ്റാണ്. സ്മെല്ലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇപ്പം ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാം. നാളെ തന്നെ ഇത് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ഇത് മടക്കി വെക്കണം. സോ സിമ്പിൾ. ഇതെങ്ങനെ ഉണ്ടെന്ന് നാളെ പറയാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് എടുക്കാം. ഇതെനിക്ക് ഇത് ഹാങ് ചെയ്യാനായിട്ടുള്ളൊരു ക്ലിപ്പും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല. എന്നാലും ഇത് ഹാങ് ചെയ്യാനായിട്ടൊരു ക്ലിപ്പും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ബാക്ക് ആക്നീസ് ഉണ്ടല്ലോ. എനിക്ക് ബാക്ക് ആക്നീസ് ഒരു സമയത്ത് ഭയങ്കരമായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ ഇല്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ ചൂട് സമയത്ത് എനിക്കിത് വീണ്ടും വരണമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ബാക്കൊക്കെ ഇങ്ങനെ
തുടച്ച് കഴുകാനാണിത്. ഇതുണ്ട്, ലൂഫുണ്ട്. ലൂഫ് നമുക്ക് ബ്രഷ് ചെയ്ത് ഒരിക്കലും നമുക്ക് അങ്ങനെ ലോങ് ടേമിന് ലൂഫ് കൊള്ളത്തില്ല. പക്ഷേ ഈ ബ്രഷ് നല്ലതാണ്, നന്നായിട്ട്. ഇതൊരു നമുക്ക് ഡ്രൈ റബ്ബിങ്ങിനും ഇത് യൂസ് ചെയ്യാം. കേട്ടോ, ഇത് നല്ല സാധനമാണ്. സോ ഇതാണ് നമ്മൾ അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. എനിക്ക് തോന്നുന്ന സാധനമാണെന്ന് നോക്കാം. ഇത് മിനി സ്റ്റീമറാണ്. ആക്ച്വലി ഇതെനിക്ക് അറിയില്ല, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു എവിടെയെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന്. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ മാക്സിമം ഞാൻ ഇന്ന് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എവിടെയാവാം ഇതിൻ്റെ വെള്ളം ഒഴിക്കണ്ടേ? ഇതിനകത്ത് വെള്ളം ഒഴിക്കുക, ഇവിടെ ഇത് ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് അവർ പറയുന്നത്. എന്നിട്ട് ബ്ലൂ ലൈറ്റ് ഓൺ ആക്കിയാൽ മതി. ഇത് ആക്ച്വലി ചാർജ് ഉണ്ട്. ഇപ്പം ഇവിടുന്ന് ഈ ഒരു നോബിൽ നിന്ന് നമുക്ക് സ്റ്റീം വരും. ഇത് ഞാനിപ്പം തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ചാർജിങ് കേബിളുണ്ട്, USB ആണ്, മൈക്രോ USB ആണ് ഇവിടെ വരുന്ന ചാർജിങ് കേബിൾ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അതായത് ഞാൻ മറ്റേ ഹണിമൂണിന് പോയപ്പോൾ ആ ഡ്രസ്സിൻ്റെ കൂടെ പറ്റിയ ഷൂ എനിക്കില്ലായിരുന്നു. എന്നാൽ ആ ഷൂ നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഒരു ഇവൻറ്റിനൊക്കെ മീൻസ് ആ ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ അതിട്ടുണ്ട് വാക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്കോ. സോ ഞാൻ അതുകൊണ്ട് വാങ്ങിയൊരു സംഭവമാണ് ഗുഡ്. ഇത് അത്യാവശ്യം പൈസ കേട്ടോ, അത്യാവശ്യം മീൻസ് 1000 rupees ആയി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് തന്നെയാണ് മേടിച്ചത്, പക്ഷെ 1000 rupees ആയി. ഇത് ഗോൾഡൻ പ്രൊഡക്റ്റ് ആയിരുന്നു. നല്ല സാധനം തോന്നും ഇത്. അങ്ങനെ ഇതെനിക്ക് അങ്ങനെ മീൻസ് നമ്മൾ ഷോർട്ട് ഡ്രസ്സസൊക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ ഇടുമ്പോഴൊക്കെ നമുക്ക് ഇത് പെയർ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. സോ ഇതാണ് എൻ്റെ അടുത്ത പ്രൊഡക്റ്റൊക്കെ കാണിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ അതെനിക്ക് ഇത് അടുക്കി വെക്കുന്നതാണല്ലോ, അതത്ര സുഖമില്ല. ഓക്കെ, ഇനി വന്നിട്ടുള്ളത് എൻ്റെ നൈക്ക പ്രൊഡക്റ്റ്സ് ആണ്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 2 പാക്കേജ് ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ആദ്യത്തെ പാക്കേജ് ഇതെടുക്കല്ലേ. സോ ഇത് വന്നിട്ട് വിഷ്കയുടെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഓക്കെ, എൻ്റെ ഹാൻഡ് ഫുൾ ടാൻഡാണ്. അത് എനിക്ക് പണ്ടേ ടാൻഡാണ്. അതിൽ സ്പോർട്സിലും അത്ലറ്റിക്സിലും ഒക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ അത് പണ്ടേ ടാൻഡാണ്, സ്കിൻ ഭയങ്കര ടാൻഡാണ്. സോ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു കുട്ടി യൂസ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ ബസ്സിനകത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അറിയാമല്ലോ, ഫുള്ളും ചൂടാണ്. എനിക്ക് കൈയ്യൊക്കെ ഇങ്ങനെ ലിറ്ററലി പൊള്ളും, അത്രയ്ക്ക് ചൂടാണ്. ഞാൻ അതുപോലെ 12-1 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റില്ല. അതുപോലെ ഞാൻ കാർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, സ്കൂട്ടർ തന്നെയാണ്. കാർ ഡ്രൈവിംഗ് പഠിച്ചതേ ഉള്ളൂ, സ്കൂട്ടർ തന്നെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തായാലും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതെങ്ങനെയാണ്
ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കാം. ആ ടൈറ്റ് ആക്കിയിട്ട് ആ സെയിം സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുമ്പോൾ പുഷ് ഓപ്പുള്ളൂ എൻ്റെ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു അപ്പം ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അതിന് ശേഷം മാത്രമാണ് ഇത് വർക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ വരും. വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ നല്ല ടാനായിട്ടുള്ളവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യും കേട്ടോ. ടാനിയൊക്കെ കുറയുമെന്നൊക്കെ നോക്കാം. എൻ്റെ ഇവിടുത്തെ എല്ലാ ഫ്രണ്ട്സും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇത് മേടിച്ചത്. അപ്പോൾ ഇത് വൺ ഓഫ് മൈ പ്രോഡക്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. കുറേ നാൾക്ക് ശേഷം ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈറ്റമിൻ സി എനിക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. ഏത് വൈറ്റമിൻ സി എടുക്കണം എനിക്കറിയില്ല. വൈറ്റമിൻ സി എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ള മിനിമലിസ്റ്റിൻ്റെ വൈറ്റമിൻ സി ഉണ്ട്. വേറെ ഒന്നും എനിക്ക് അങ്ങോട്ട് അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടില്ല. അപ്പം ഞാൻ ഇതൊരു ക്ലാരിസിൻ്റെ വൈറ്റമിൻ സി സിറാണ്. ഇതൊരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. റേറ്റ് അത്യാവശ്യം ഉണ്ട്, നമ്മൾ സാധാ കിട്ടുന്നതിൻ്റെ അത്രയില്ല. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. അപ്പം ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ നോക്കിയപ്പോഴും എല്ലാവരും ഇത് അത്യാവശ്യം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. സോ വൈറ്റമിൻ സി ഞാൻ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, വൈറ്റമിൻ സി യൂസ് ചെയ്ത് കുറച്ച് ദിവസം നമുക്കത് നമ്മൾ ഈ സ്പെക്സ് വെക്കുന്ന പോലെ ഗീവ് ബി 10 days ടു അഡ്ജസ്റ്റ് വിത്ത് യുവർ ഐസ് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് വൈറ്റമിൻ സി നമ്മളുടെ ബോഡിയായിട്ടൊന്ന് നമ്മുടെ ഫേസുമായിട്ടൊന്ന് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരാൻ ഒരു 1 to 2 weeks ഉണ്ട്. അപ്പോൾ ഈ 1 to 2 weeks നമുക്ക് റിസൾട്ട് കിട്ടാത്തപ്പോഴാണ് നമ്മൾ ഈ വൈറ്റമിൻ സി സ്വിച്ച് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് ചെയ്തുകൊണ്ടത്. കുറേ പേരും പറയാറുണ്ട് വൈറ്റമിൻ സി യൂസ് ചെയ്തു ഡാർക്കൺ ആവുന്നു. അപ്പോൾ രാവിലെ ഞാൻ സണ്ണിൽ അങ്ങനെ യൂസ് ചെയ്യില്ല, രാവിലെ യൂസ് ചെയ്യത്തേയില്ല. മീൻസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ രാവിലെ പോവില്ല. അപ്പോൾ ഇത് ഞാൻ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ഒരു ഡാർക്കൺ ആവണമെന്ന് തോന്നില്ല, പക്ഷെ എനിക്കൊരു എഫക്റ്റ് ഇല്ല എന്ന് തോന്നും. ഇപ്പോൾ നല്ല പിമ്പിൾസ് വരും. ഏതൊരു പ്രൊഡക്റ്റും പുതിയൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ ഇടുമ്പോൾ കുറച്ച് ദിവസം എടുക്കുക ഒന്ന് അഡ്ജസ്റ്റ് ആയി വരാം. ആ ഒരു സമയം ഈ പ്രൊഡക്റ്റിന് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബോട്ടിൽ എന്തായാലും ഞാൻ തീർത്തിരിക്കും. അത് ഞാൻ ഭയങ്കരമായിട്ട് ഉറപ്പെടുത്തിട്ട് തുടങ്ങിയതാണത്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ 2 പാക്കറ്റ് മേടിച്ചു. ഇത് നമുക്ക് ഈ ഒന്ന് നോക്കാം. ഇതൊന്നുമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ആവശ്യം വരുന്നൊരു സാധനമാണ് ഈ ടിഷ്യൂ. ഭയങ്കര ആവശ്യമാണ് കേട്ടോ ടിഷ്യൂ. ശരിക്കും വെറ്റ് വൈപ്സ് എനിക്കറിയില്ല, ഞാൻ ഈ ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് എപ്പോഴും പിന്നെ ഫേസ് ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഫേസ് നമ്മളെപ്പോഴും ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് എപ്പോഴും വാഷ് ചെയ്ത് നമ്മളൊരു ഡേയിലാണെങ്കിൽ 2 days മാത്രമേ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യാവുള്ളൂ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ കൂടുതൽ ടിഷ്യൂസിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇത് ഇങ്ങനൊരു ബോക്സ് ഉള്ളത് മാക്സിമം വാങ്ങിക്കാൻ നോക്കുക. ഈ ഒരു കവർ അതിനകത്തുണ്ടെങ്കിൽ അത് എടുത്തിട്ട് ക്ലോസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ടുലിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിയായിരുന്നു. പക്ഷേ എൻ്റെ പ്രശ്നം അത് ആദ്യത്തെ ദിവസം ഞാൻ എടുത്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ 2ാമത്തെ ദിവസം ഞാൻ എടുത്തപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് അങ്ങ് പോയെന്നേ. അതായത് ഇങ്ങനൊരു കവറിങ് ഇല്ലാത്തത് കൊണ്ട് ചില ബ്രാൻഡ്സിൻ്റെ ആണെങ്കിൽ അങ്ങനെ പോകും. മീൻസ് ആ ഒരു തണുപ്പും ഈ ഒരു വെറ്റ്നെസ്സും ഒന്നും വെറ്റ് വൈപ്സിൻ്റെ ആ ഒരു വെറ്റ്നെസ്സും ഒന്നും നമുക്ക് കിട്ടത്തില്ല. സോ നമ്മളെ മാമാവത്തിൻ്റെ ആണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വെറ്റ് വൈപ്സ് വാങ്ങിയത്. ആക്ച്വലി അത് നല്ലതായിരുന്നു, ഭയങ്കര രസമായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മാമാവത്ത് കിട്ടിയില്ല. പിന്നെ അതിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നും. അങ്ങനെ ഞാൻ ഇത് വാങ്ങിയത്. അപ്പം എപ്പോഴും വെറ്റ് വൈപ്സ് വാങ്ങിക്കുവാണെങ്കിൽ ഇങ്ങനൊരു കവറുള്ളത് വാങ്ങിക്കാൻ നോക്കുക. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു.
നിങ്ങൾക്ക് എന്നെ കാണാം. ഒരുപാട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് വലിയ അഴുക്കൊന്നുമില്ല. ഐസാണ് മെയിനായിട്ടുള്ളത്. ഞാൻ ഐസിന് താഴെ എഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താഴെ എഴുതാനായിട്ട്. പക്ഷേ പ്രശ്നം ഈ ഒരു ഓയിലി സ്കിന്നായതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ണിന് താഴെ ഭയങ്കര സ്മഡ്ജിയാവും. ഞാൻ ഒരുപാട് ഐലൈനർ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കെല്ലാം സ്മഡ്ജ് ആവാറുണ്ട് കേട്ടോ. ഞാൻ ലുലുവിൽ വന്നിട്ട് അവരുടെ കുറേ വാങ്ങി, അവർ പറയുന്ന കുറേ വാങ്ങി. നമ്മളുടെ ഇൻസൈറ്റ് മിഡ് നൈറ്റിൻ്റെ ഒരെണ്ണം വാങ്ങി, പിന്നെ വേറെ കുറേ മേടിച്ചു. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് വർക്ക് ആവാറില്ല. പിന്നെ ഈവനിങ് ഫങ്ഷൻസ് പോവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ അത് കണ്ണിന് താഴെ എഴുതാറുള്ളത്. അപ്പം കുറച്ചുകൂടെ അപ്പം അത് അത്ര നന്നായിട്ട് സ്മഡ്ജാവുകയോ അല്ലെങ്കിൽ അങ്ങനെ പടരുകയോ നമ്മുടെ ഫേസ് ബ്ലാക്ക് ആക്കിയോ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വെറ്റ് വൈബ്സാണ്. അത്യാവശ്യം നന്നായിട്ടല്ല, നന്നായിട്ട് അഴുക്കിനെയൊക്കെ കളയുന്നുണ്ട്. വലിയ കട്ടിയില്ല കേട്ടോ, തിന്നാണ്, ഭയങ്കര തിന്നാണ്. ഓക്കെ, അപ്പം ഏകദേശം നമ്മളുടെ പ്രോഡക്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇത് ഞാനൊരു സംഭവം കൊണ്ട് വാങ്ങിയതാണ്. ഈ സാധനങ്ങൾക്ക് വെച്ച് പൈസ കുറച്ച് സാധനങ്ങൾ കുറയ്ക്കണം. അതെങ്ങനെ ഒരു പ്രശ്നം നമ്മളിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും വരും. അത് സൊല്യൂഷനാണോ റെവല്യൂഷനാണോ എന്തിനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനത് നീക്കും. ഓക്കെ, ഇത് എൻ്റെ ഒരു ഹെയർ സ്പാ റൊട്ടീനാണ്. സ്പാ റൊട്ടീന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാ ബ്യൂട്ടി പാർലറിലും കണ്ടിട്ടുള്ളതാണ്. ഇതെനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല കേട്ടോ. ഷ്വാസ്കോഫ് പ്രൊഫഷണൽ സംതിങ് ലൈക്ക് യാ, ഇതാണ് എന്തായാലും സംഭവം. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബ്യൂട്ടി പാർലറിലും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇത് അത്യാവശ്യം നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. നല്ല ഒരു മോയ്സ്ചറൈസിങ് ആണ്. ഇത് നമ്മളെ ഹെയറിൽ വെച്ചിട്ട് 20 to 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ഓഫ് ചെയ്താൽ മതി. നല്ലൊരു മോയ്സ്ചറിങ് എഫക്റ്റാണ്, ഹൈഡ്രേറ്റിംഗ് ക്രീമാണെന്നാണ് പറയുന്നത്. ഇതും ആക്ച്വലി എനിക്ക് തോന്നുന്നു കൊറിയൻ ബ്രാൻഡാണെന്ന് തോന്നും. സോ ഇതെനിക്കൊന്ന് യൂസ് ചെയ്യണം. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, അത് നമ്മൾ എപ്പോഴും AC ഇരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ദിവസമൊക്കെ ബസ്സിലൊക്കെ കുറേ നേരം ഇരുന്നിട്ടല്ലേ വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ച് എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസി ആവും. അപ്പം ഞാൻ വിചാരിക്കുന്നത് അപ്പം കൂടെ ഒരു ഹെയർ മാസ്ക് ചെയ്യണം. പിന്നെ സാലൂണിൽ പോയി നമ്മൾ സ്പാ ചെയ്യുന്നത് ആ മസാജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ല. സോ നമുക്ക് തന്നെ അത്യാവശ്യം നല്ല മസാജ് കൊടുത്ത് ഹെയർ ഒന്ന് സെറ്റാക്കാം. ഇത് ഞാൻ ഈ വീക്ക് തന്നെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഓവറോൾ പ്രൊഡക്ട്സ്, ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. ഇനി ഞാൻ ഇന്ന് വാങ്ങിയിട്ടുള്ള ഒരു സംഭവമാണേ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പോയി വാങ്ങിയതാണ്. വലിയ സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് വായിച്ച് തീർത്ത മീര സാധു ആയിരുന്നു, KR മീരയുടെ. നല്ലൊരു ബുക്കാണ്, ഭയങ്കര കുട്ടി ബുക്കാണ്. ഞാനൊരു 2-3 ഡേയ്സ് എടുത്തോളൂ ഇത് വായിച്ച് തീർക്കാനായിട്ട്. ഇനി എനിക്ക് വായിക്കണം എന്നുള്ളൊരു ബുക്കാണ് സീക്രട്ട്. ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ ബുക്കുണ്ട്. ഇതിൻ്റെ ഒറിജിനൽ ബുക്കിന് 600 റുപ്പീസാണ്. ഇത് നമുക്ക് 350 റുപ്പീസാണ്. 250 റുപ്പീസാണ്. 250 ആണ്. ഇത് കോപ്പിയാണ്. അപ്പോൾ ഈ ബുക്ക് ഞാൻ കുറേ നാളുകൊണ്ട് വായിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊന്ന് വായിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓവറോൾ ഇത്രയേ ഉള്ളൂ അല്ലേ? ഞാൻ കുറേ നേരം കൊണ്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിനി ഈ സാധനങ്ങളും കാര്യങ്ങളും ഒന്ന് അടുക്കി വെക്കട്ടെ.
അതിന് മുന്നേ ഞാൻ ഇതൊന്ന് കാണിച്ചു തരട്ടെ. ഇന്ത്യയിൽ ബോട്ടിൽ വാട്ടർ ഇരിപ്പുണ്ട്. സ്റ്റീം നമുക്ക് ഫേസിൽ പിടിക്കണ്ട, കാരണം ഞാനിത് വാഷ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സ്റ്റീം വരുന്നുണ്ടോ എന്ന് നോക്കാം. എൻ്റെ പൊന്നെ, ഇപ്പോഴേ സ്റ്റീം വരിക, നോക്ക്, കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ഫാനിട്ടേക്കുന്നുണ്ടോ? കൊള്ളാം. ഓക്കെ, അപ്പം ഞാനിത് കഴുകിയിട്ട് ഒന്ന് പിടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ അതുമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഫ്രഷായിട്ട് കുറേ പണികളുണ്ട്, അതൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ. ഇത് സ്റ്റീമർ അല്ല, ഇതൊരു മിസ്റ്റ് സ്പ്രെയർ ആണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അത് ഓണാക്കി നമുക്ക് മിസ്റ്റ് കിട്ടും കേട്ടോ. ഞാൻ സ്റ്റീമർ ആണ്, സോ സ്റ്റീമർ അല്ല. പിന്നെ ഇതൊരു 1 to 2 minutes കണ്ടിന്യൂസ് വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം ഇത് സ്റ്റോപ്പായി. എനിക്കറിയില്ല അത് എന്താണെന്ന്. സോ അത് ഇത്ര വേർത്ത് അല്ല കേട്ടോ ഈ പ്രൊഡക്റ്റ് വന്നിട്ട്. പിന്നെ ഇത് നമ്മളുടെ ഫേസ് ഡിപ്പ് ചെയ്യുന്ന ആ ഒരു ഐസ് ബൗളാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഐസ് ബൗൾ അല്ല, ഫേസ് ബൗളാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ രാവിലെ അതിനകത്ത് ഡിപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. സോ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് അത്യാവശ്യത്തിന് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഫേസ് അതിനകത്ത് ഡിപ്പ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയുന്നത് ഭയങ്കര ചെറിയ ഐസ് ക്യൂബ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് വലിയ തണുപ്പ് പ്രതീക്ഷിക്കുന്നു, ഒരു നോർമൽ തണുപ്പ്. ചിലപ്പോൾ മേ ബി അത് മതിയായിരിക്കും നമ്മുടെ ഫേസിന്. ബട്ട് ഞാൻ മറ്റേ വലിയ ഐസ് ക്യൂബ്സ് വേറെ വലിയൊരു പാത്രത്തിനകത്ത് ഇട്ട് ഫേസ് ഡിപ്പ് ചെയ്ത് അത് ഞാൻ യൂസ് ടു ആയതുകൊണ്ട് ഇതിലെനിക്ക് വലിയ തണുപ്പൊന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഞാൻ ചെറിയ ഐസ് ക്യൂബ്സ് അതിനകത്ത് നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ ആ സ്പെസിഫിക് ഏരിയ, അതായത് നമ്മളെ പിമ്പിൾസ് ഉള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റേ പിമ്പിൾസ് അല്ലെങ്കിൽ പാടൊക്കെ ഉള്ള ഏരിയയിൽ ഞാൻ റബ്ബ് ചെയ്യാറാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ 5 times ആണ് നമ്മൾ ഫേസ് ഡിപ്പ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഞാനും അതുപോലെ തന്നെ 5 times ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബൗളിലും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫേസിലെ ഫുള്ള് കവർ ആവും. ഇനി ഏതെങ്കിലും ഒരു ഏരിയ ഒക്കെ കവർ ആവാണ്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ക്യൂബ് എടുത്ത് റബ്ബ് ചെയ്യാം. ആക്ച്വലി എനിക്ക് പീരിയഡ്സ് ടൈം ആകുമ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ജോ ലൈൻസിന്റെ അവിടെയാണ് പിമ്പിൾസ് വരുന്നത്. അപ്പം അവിടെ വരെ ഈ ഐസ് എത്താന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ആ ജോ ലൈൻസിന്റെ താഴെയൊക്കെ ആണെങ്കിലും ഐസ് ക്യൂബ്സ് എടുത്ത് നന്നായിട്ട് റബ്ബ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ്. പിന്നെ എനിക്ക് ഈ പിമ്പിൾസിന്റെ ഒക്കെ ഏരിയാസിൽ കൂടുതൽ റബ്ബ് ചെയ്യാം, അപ്പോഴാണ് എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഹെയർ മാസ്ക് ട്രൈ ഔട്ട് ചെയ്യുന്ന ദിവസമാണ്. അതായത് ഇത് വാങ്ങിയിട്ട് പിറ്റേന്ന് തന്നെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് അന്ന് ഹെയർ ഓയിലൊക്കെ ചെയ്തിട്ട് ഹെയർ മാസ്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 hours വെച്ചു. അതിനുശേഷമാണ് നമ്മളുടെ ആ ഒരു ഹെയർ മാസ്ക് ട്രൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ ട്രൈ ചെയ്യാൻ നേരത്ത് ഹെയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് അതിനകത്ത് ക്ലിപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ മാസ്ക് എടുത്തിട്ട് ഈ ഓരോ സെക്ഷനിലും നന്നായിട്ട് അപ്ലൈ ചെയ്തു. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ആ സ്മെല്ല് നമുക്ക് കേൾക്കുമ്പോഴേ നമുക്ക് മറ്റേ സ്പായുടെ ഓർമ്മയൊക്കെ വരും. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എല്ലാം വന്ന് സ്പായ്ക്ക് പോവുമായിരുന്നു. ഇപ്പം പിന്നെ എനിക്ക് അതിനുള്ള ടൈമും ഇല്ല. മെയിൻലി ഞാൻ 2 daysനൊക്കെ വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രം പോകുന്നത്, അല്ലെങ്കിൽ മാക്സിമം 3 days. സോ ആ 3 days ഓഫീസിൽ ഇരുന്ന് ഞാൻ ഇറങ്ങും നല്ല ലേറ്റ് ആവും. പിന്നെ എനിക്ക് പോകാൻ മടിയുണ്ട്. പിന്നെ ഇപ്പൊ സ്റ്റേ ചെയ്യുന്നതും കുറച്ചുകൂടെ ദൂരെ ആയതുകൊണ്ട് ഞാൻ അവിടെ പോകുന്ന റോക്ക് പേപ്പർ ആൻഡ് സിസേഴ്സ് എന്ന് പറഞ്ഞൊരു സലൂണിലായിരുന്നു. എനിക്ക് അവിടെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് കഴക്കൂട്ടത്താണ്, അപ്പൊ കുറച്ച് ദൂരമുണ്ട് ഞാൻ സ്റ്റേ ചെയ്യുന്ന അടുത്തുനിന്ന്. അപ്പൊ ഞാൻ അങ്ങനെ പോവാറില്ല. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്പായ്ക്ക് നമ്മൾ പോവാന്ന് പറഞ്ഞാൽ നല്ലൊരു മസാജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ വാങ്ങി ട്രൈ ചെയ്യാം. അപ്പൊ ആ ഒരു സ്പായുടെ പോകുന്ന ദിവസം നമുക്കുള്ള ആ സ്മെല്ലുണ്ട്, അതേ സ്മെല്ല്. കാരണം സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഈ ക്രീം. നമ്മൾ ഓരോ സെക്ഷൻസ് എടുത്തിട്ട് നന്നായിട്ട് അത്
സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ലെന്തിലും അപ്ലൈ ചെയ്യുക. നല്ലൊരു മസാജ് കൊടുക്കുക. അപ്പൊ ആദ്യമേ നമ്മൾ ഷാമ്പൂ ഇട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വാഷ്റൂം ഒന്ന് തുറന്നിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലർ ആക്കിയത്. പിന്നെ ഓക്കെ, അങ്ങനെ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 to 40 മിനിറ്റ്സ് ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞു. എല്ലാ ലെന്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. മീൻസ് അറ്റ് ദ എൻഡിലും നന്നായിട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നിയത് നല്ലൊരു സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ കിട്ടും. നല്ലൊരു എന്താ പറയാ, നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പം ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇത്രയും പ്രൊഡക്ട്സ് ഞാൻ കറന്റ് യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള പ്രൊഡക്ട്സിന്റെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ബൈ.